ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ക്ലൈമാക്സ് എപ്പിസോഡിലേക്ക് കടക്കാം. അപ്പൊ ഇന്നുകൊണ്ട് നമ്മുടെ കഥ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് ക്ലൈമാക്സ് എപ്പിസോഡാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല. ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ വേണ്ടി മറക്കരുതേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. ക്ലൈമാക്സ് എപ്പിസോഡിലേക്ക് കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ പിങ്കിയുടെ അച്ഛനെയാണ് കേട്ടോ. അപ്പൊ പിങ്കിയുടെ അച്ഛൻ ഇന്ദീവനം തറവാട്ടിലേക്ക് കയറി വരികയാണ്. അപ്പൊ നമ്മുടെ മഹേശ്വരനൊക്കെ പിങ്കിയുടെ അച്ഛനെ കണ്ടത് ഓടി ചെല്ലുകയാണ്. ഇതെന്ത് പറ്റി, ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ള രീതിയിൽ. കാരണം ഒത്തിരി നാളായല്ലോ നമ്മുടെ പിങ്കിയുടെ അച്ഛനെ കണ്ടിട്ട്. നമ്മുടെ ഈ ഒരു കഥയിൽ ഇപ്പൊ വരാറില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എല്ലാവരും ഓടി ചെല്ലുകയാണ്. അപ്പോഴത്തേക്കും ഇവിടുത്തെ കാര്യങ്ങളും പറയുകയാണ് കേട്ടോ മഹേശ്വരൻ. അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും വന്നത് നന്നായി. അപ്പം നമ്മുടെ പിങ്കിയുടെ അച്ഛൻ പറഞ്ഞു, പിങ്കി വിളിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നത്. ഇവിടെ എന്തൊക്കെയോ പൂജകളൊക്കെ നടക്കുന്നുണ്ടെന്ന് ഞാനും അറിഞ്ഞു. അതുമാത്രമല്ല ഗൗരിമോളെ തിരിച്ചു കിട്ടിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ഏതായാലും നന്നായി, നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മഹേശ്വരനൊക്കെ കയറി വരാനൊക്കെ പറഞ്ഞപ്പം മഹേശ്വരൻ പറയാണ്, ഗൗരിമോളെ തിരിച്ചു കിട്ടിയത് മാത്രമല്ല നമുക്ക് നമ്മുടെ അഭിമന്യുവിനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നന്ദുമോൻ ഉണ്ടല്ലോ, അത് അഭിമന്യുവാ. നമ്മുടെ നന്ദയുടെയും ഗൗതമിന്റെയും സ്വന്തം മകൻ തന്നെയാണ് നമ്മൾ ഇത്രയും നാള് ദത്തെടുത്ത് വളർത്തിയിരുന്നു. ഇത് കേട്ടതും ഒന്ന് ഞെട്ടിപ്പോയിട്ടോ നമ്മുടെ പിങ്കിയുടെ അച്ഛൻ പറഞ്ഞു, ഇത് പിങ്കി എന്നോട് പറഞ്ഞിട്ടില്ല. അല്ല, അവൾ എന്ത് പറ്റി ഇത് എന്നോട് പറയാത്തത്? അപ്പൊ പറഞ്ഞു, എങ്കിൽ പിന്നെ മറന്നു വല്ലതും പോയതായിരിക്കും, പിന്നെ ചിലപ്പം വിഷമം കൊണ്ടൊക്കെ പറയാത്തതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോഴത്തേക്കും, ഓ അപ്പൊ ഇനിയിപ്പം ഗൗതമിനും നന്ദയ്ക്കും രണ്ടു മക്കളെയും തിരിച്ചു കിട്ടി. സ്വന്തം മക്കളാണല്ലോ, രണ്ടു മക്കളെയും തിരിച്ചു കിട്ടി. അവരൊരു ഫാമിലി ആയി. അപ്പൊ എന്റെ മകൾക്ക് ഇവിടെ എന്താണ് റോൾ? ഇനിയിപ്പം എന്റെ മകൾ ഇവിടുത്തെ ആരായിട്ട് നിൽക്കും? ഇത്രയും നാള് നന്ദുമോന്റെ അമ്മയായിട്ടും അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഭാര്യ എന്നൊരു വേഷം വരെ എന്റെ മോക്കുണ്ടായിരുന്നു. പക്ഷെ ഇനി ഈ പിങ്കി മോള് ആരുടെ അമ്മയായിട്ട് അല്ലെങ്കിൽ ആരുടെ ഭാര്യയായിട്ട് ഇവിടെ നിൽക്കും? അതിന് അവകാശികൾ വന്നു കഴിഞ്ഞല്ലോ. ഭർത്താവിനും മകനും ഒക്കെ അവകാശികൾ വന്നല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ നന്ദേനെ നോക്കുകയാണ്. ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട്, അവകാശികൾ വന്നതല്ലല്ലോ, ആ ഒരു അവകാശം എന്നും നന്ദയ്ക്ക് തന്നെ ആയിരുന്നുവല്ലോ. പിന്നെ ഗൗതമിന്റെ കാര്യം അറിയാം. ഗൗതം ഒരിക്കലും പിങ്കിയെ സ്വന്തം ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല. പിന്നെ നന്ദുമോൻ കയറി വന്നതും അവൾ നന്ദുമോനെ സ്വന്തം മകനായിട്ട് തന്നെ കരുതിയതും ഒക്കെ ഞങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ വാസ്തവം തന്നെയാണ്. സത്യം തന്നെയാണ്. അത് ഒരിക്കലും മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ. ഒരിക്കലും രക്തബന്ധത്തെ അകറ്റാൻ കഴിയില്ലല്ലോ. ഗൗരിമോളും നന്ദുമോനും ഇപ്പം നന്ദയുടെയും ഗൗതമിന്റെയും കുഞ്ഞു തന്നെയാണ്. അത് അങ്ങനെയല്ലേ ആവേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഈ പിങ്കിയുടെ അച്ഛന്റെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദയ്ക്ക് മനസ്സിലായിട്ടോ എങ്ങോട്ടാ ഈ റൂട്ട് പോകുന്നതെന്ന്. കാരണം നമ്മുടെ പിങ്കിക്ക് ഇവിടെ ഒരു അവകാശം ഇല്ലല്ലോ. പിങ്കി എന്തിനാണ് ഇനി വെറുതെ ഇവിടെ നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കിയുടെ അച്ഛൻ ചോദിച്ചത്. അപ്പോഴേക്കും നമ്മുടെ നന്ദ പറഞ്ഞു, പിങ്കിയുടെ അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പിങ്കിയുടെ അച്ഛൻ പറഞ്ഞതൊക്കെ ശരിയൊക്കെയാണ്. പക്ഷെ ഒരിക്കലും ഈ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. ഒരിക്കലും ഈ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്നോ ഗൗതമിന്റെ ഭാര്യയായിട്ട് വരണമെന്നോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം മരിച്ചുപോയ എന്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഞാൻ ഇവിടെയുള്ള ഇന്ദീവരം തറവാടിനോട് ദേഷ്യം കാണിച്ചതും ഗൗതം സാറിനോട് ദേഷ്യം കാണിച്ചതും ഗൗതം സാറിനെ അകറ്റി നിർത്തിയതും ഒക്കെ എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അത് എന്റെ അഭിമന്യു നഷ്ടപ്പെട്ടത് കൊണ്ടാണ്, എന്റെ കുഞ്ഞിനെ മരണത്തിലേക്ക് വലിച്ചെറിഞ്ഞത് കൊണ്ട് തന്നെയാണ്. പക്ഷെ എന്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഇവരോട് വാശിയും വൈരാഗ്യവും ഒന്നും ഇരിക്കേണ്ട കാര്യമില്ല. എന്നും എന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് ഞാൻ ഗൗതം സാറിനെ അല്ലാതെ വേറൊരു പുരുഷനെ ഇതുവരെ കണ്ടിട്ടില്ല. ഗൗതം സാറിന്റെ കുഞ്ഞായിട്ട് തന്നെയാണ് ഞാൻ എന്റെ ഗൗരിമോളെ വളർത്തിക്കൊണ്ട് വന്നത്. ആരാണ് അച്ഛൻ, അവളുടെ അച്ഛൻ എവിടെയാണ് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ അവൾക്കൊരു അച്ഛനുണ്ട്, അവൾക്ക് ഒരു നല്ലൊരു അച്ഛനുണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എന്റെ മോൾക്ക് അച്ഛനെ കാണാനുള്ള ഒരു അതിയായ ആഗ്രഹവും ഉണ്ടായിരുന്നതും അവള് തന്നെ അവളുടെ അച്ഛനെ കണ്ടെത്തിയതും ഒക്കെ അതുകൊണ്ടൊക്കെ തന്നെയാണ്. പിന്നെ ഞാന് ഇനി ഇവിടെ നിൽക്കണോ വേണ്ടോ എന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ പിങ്കിയുടെ അച്ഛനോട് നന്ദ പറയാണ്, ഞാൻ ശാന്തിപുരത്തേക്ക് തന്നെ മടങ്ങിപ്പോകും. എനിക്ക് ഇവിടെ നിൽക്കാനൊന്നും കൂടുതൽ താല്പര്യമൊന്നുമില്ല. പക്ഷെ എന്റെ ഭർത്താവ് എന്നും ഗൗതം സാറും മക്കളെന്നും ഇവരും തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി ഇങ്ങനെ പെട്ടെന്ന് വന്ന് പറയാ, മോൾ എന്ത് വർത്താനോ ഈ പറയുന്നത്? ഇനി ശാന്തിപുരത്തേക്ക് മടങ്ങിപ്പോകാനോ? ഒരിക്കലുമില്ല. ഇന്ദീവരം തറവാട്ടിന്റെ അവകാശികളാ ഗൗരിമോളും നന്ദുമോനും. അവരെന്നും ഈ വീട്ടിലല്ലേ കഴിയേണ്ടത്. അതുപോലെ തന്നെ ഗൗതമിന്റെ ഭാര്യയാണ് നീ. അറിയാലോ നിനക്ക് ഗൗതമിന്റെ കാര്യം. ഒരിക്കലും ഗൗതം പിങ്കിയെ ഭാര്യയായിട്ട് സ്വീകരിച്ചിട്ടില്ല.
ഞങ്ങൾ പലപ്പോഴും നീ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ചിന്തിച്ചിട്ടും അതുപോലെ ആഗ്രഹിച്ചിട്ടും ഒക്കെ ഉണ്ട് അവര് തമ്മിലുള്ള ജീവിതം കാണാനും പിങ്കിയും ഗൗതമും വിവാഹം കഴിക്കാനും ഒക്കെ. അത് നീ മരിച്ചു എന്നറിഞ്ഞത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഒരിക്കലും നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ ആരും അത് പറയാൻ പോകുന്നില്ല. അതുമാത്രമല്ല, മരിച്ചു എന്നറിഞ്ഞിട്ടും ഗൗതം നിന്നെ ഓർത്താണ് ജീവിച്ചിരുന്നത്. ഒരിക്കൽ പോലും അവൻ ഭാര്യയായിട്ട് പിങ്കിയെ കണ്ടിട്ടില്ല. അങ്ങനെ അവര് ഒരു ദിവസം പോലും ജീവിച്ചിട്ടില്ല. ഒരു നിമിഷം എന്നല്ല, ഒരു മിനിറ്റ് പോലും അവൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. അവൻ അതിന് കഴിയില്ലെന്ന് അവന്റെ അമ്മയായ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പറയാ, നന്ദ, നീ ഇവിടുന്ന് പോകരുത്. നീ നിന്റെ രണ്ടു മക്കളെയും നിന്റെ ഭർത്താവിന്റെയും കൂടെ തന്നെ ഈ ഇന്ത്യവരം തറവാട്ടിൽ ജീവിക്കുക ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കിയുടെ ചങ്കങ്ങ് പൊട്ടാണ് കേട്ടോ. ഏതായാലും ഈ സമയത്താണ് നമ്മുടെ പിങ്കി ഒരു ബാഗൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു റോളിംഗ് ബാഗൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നത്. ഏതായാലും പിങ്കി വന്നിട്ട് പറഞ്ഞു, സന്തോഷമുള്ളൂ, സന്തോഷം മാത്രമേ ഉള്ളൂ. 8 വർഷം നീണ്ട 8 കാലത്തോളം ഞാനിവിടെ ഇവിടുത്തെ മരുമകളായിട്ടും ഇവിടുത്തെ മകന്റെ അമ്മയായിട്ടും ഒക്കെ ജീവിച്ചു. അതിനൊക്കെ എനിക്കൊരു റോൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി ഞാനിവിടെ എന്ത് റോള് സ്വീകരിക്കും? എനിക്ക് എന്ത് റോള് സ്വീകരിക്കാനായിട്ട് ഇനി ഇവിടെ പറ്റും? എനിക്കിനി നന്ദുവിന്റെ അമ്മയായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഗൗതം സാറിന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ പറ്റുമോ? എനിക്കറിയാം, ഗൗതം സാറിനെ നന്നായിട്ട് എനിക്കറിയാം. ഗൗതം സാർ എന്നെ സ്നേഹിച്ചൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഗൗതം സാർ എന്ന് നന്ദയുടെ കഴുത്തിൽ താലി കെട്ടിയോ അന്ന് മുതൽ ഗൗതം സാർ എന്നെ സ്നേഹിച്ചിട്ടില്ല. നന്ദയെ സ്വന്തം ഭാര്യയായിട്ടും സ്വന്തം പ്രണയിനിയായിട്ടും ഒക്കെ കണ്ടിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും എന്നെ ആ ഒരു സ്ഥാനത്ത് ഗൗതം സാറ് ഇതുവരെ കണ്ടിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി ഗൗതം സാറിന് എന്നെ അങ്ങനെ കാണാനും സാധിക്കില്ലെന്ന് എനിക്കറിയാം. പിന്നെ എന്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ ഇത്രയും നാള് ജീവിച്ചു. ആ കുട്ടിക്കും ഇപ്പം ബയോളജിക്കലി അവന്റെ അമ്മ വന്നു. അപ്പൊ പിന്നെ ഞാൻ ഇനി എന്തിനാണ് ഇവിടെ നിൽക്കേണ്ടത്? അതുകൊണ്ട് എനിക്കിനി ഇന്ത്യവരം തറവാട്ടിൽ സ്ഥാനമില്ല. പിങ്കിയുടെ ഇന്ത്യവരം തറവാട്ടിലുണ്ടായിരുന്ന സ്ഥാനങ്ങളൊക്കെ ഇവിടം കൊണ്ട് അവസാനിച്ചു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അഭിനയിക്കല്ലായിരുന്നോ? ഞാൻ വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ അർജുന്റെ ഭാര്യയായിട്ട് ആദ്യം അഭിനയിച്ചു. അത് കഴിഞ്ഞ് അർജുനെ സ്നേഹിച്ച് എന്റെ ഭർത്താവായിട്ട് ഞാൻ സ്വീകരിച്ച ആ സമയത്ത് പിങ്കിക്ക് അതും നഷ്ടമായി. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാന് ഗൗതം സാറിന്റെ ഭാര്യയായിട്ടും ഈ മോന്റെ അമ്മയായിട്ടും അഭിനയിച്ചു. അതും ഇപ്പൊ എനിക്ക് നഷ്ടമായി. ഈ പിങ്കി എവിടെ ചെന്നാലും നഷ്ടം മാത്രമേ സംഭവിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് പറ്റില്ല. ഞാന് പോവാ, എന്റെ അച്ഛന്റെ കൂടെ ഞാൻ പോവാ. ഏതായാലും അവരെന്നെ കൈയൊഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാസ് ഡയലോഗൊക്കെ ഇറക്കാണ് നമ്മുടെ പിങ്കി. ഏതായാലും സത്യം പറഞ്ഞ സങ്കടം വരൂ കേട്ടോ. ഈ സമയം നമ്മുടെ നന്ദ പറയുന്നുണ്ട്, പോകല്ലോ, ഒരിക്കലും നീ പോകാൻ പാടില്ല എന്നൊന്നും. പക്ഷെ നമ്മുടെ പിങ്കി അങ്ങ് പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് കുട്ടി കയറി പെട്ടെന്ന് കൈ പിടിക്കാണ് നന്ദു കൈ പിടിച്ചിട്ട്, അമ്മേ പോകല്ലമ്മേ, പ്ലീസ് അമ്മേ എന്റെ അമ്മ മാത്ര, എനിക്ക് വേറൊരു അമ്മയില്ല. അപ്പോഴത്തേക്കും പെട്ടെന്ന് കരച്ചിൽ വന്നിട്ടോ നമ്മുടെ പിങ്കി പെട്ടെന്ന് ആ കുട്ടിയുടെ അടുത്ത് അങ്ങോട്ട് ഇരുന്നിട്ട്, മോന്റെ അമ്മ ഞാനല്ല, മോന്റെ അമ്മ ഈ നിൽക്കുന്ന നന്ദയാ, മോന്റെ അമ്മയൊക്കെ ഞാൻ, അമ്മ എന്നുള്ളൊരു സ്ഥാനം എന്നും മോനുണ്ടാകും. അതുപോലെ എനിക്ക് എപ്പോൾ കാണുന്നത് തോന്നിയാലും ഞാൻ മോനെ വന്ന് കാണും. പക്ഷെ ഇനി ഇങ്ങനെ ഒരു ബന്ധം അത് വേണ്ട. മോനോട് ഞാൻ എല്ലാം പറഞ്ഞു തന്നിട്ടില്ലേ? ഈ അമ്മ ഇനി കരയില്ല കേട്ടോ. അതുകൊണ്ട് മോന്റെ അമ്മയുടെ അടുത്ത് പോകണം എന്ന് പറഞ്ഞ് നന്ദയുടെ അടുത്ത് കൊണ്ടാക്കുകയാണ്. എന്നിട്ട് നന്ദയുടെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് വെക്കുകയാണ്. അപ്പൊ കുട്ടി ആ പിടി വിടിയിപ്പിക്കുകയാണ് കേട്ടോ. വിടിയിപ്പിച്ചിട്ട്, ഇല്ല, എന്റെ അമ്മ ഈ അമ്മയല്ല, എന്റെ അമ്മ ഈ അമ്മയാ, എനിക്ക് ഈ അമ്മ മാത്രം മതി, എനിക്ക് വേറെ ആരും വേണ്ട എന്ന് പറഞ്ഞ് കുട്ടി ഇങ്ങനെ കരയാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ പിങ്കിനെ പെട്ടെന്ന് നന്ദയും പിടിച്ച് നിർത്തിയിട്ടിട്ട് ഇങ്ങനെ നന്ദി ഇങ്ങനെ പിടിച്ചിട്ട് പറയാണ്, എന്താ പിങ്കി, നീ ആർക്കു വേണ്ടിയാ ഇതൊക്കെ ചെയ്യുന്നത്? നീ എന്തിനു വേണ്ടിയാ ഈ വാശി കാണിക്കുന്നത്? കണ്ടില്ലേ, അവൻ നിന്നെ അമ്മ എന്ന് വിളിച്ചിട്ടില്ലേ? അവന്റെ അറിവ് വെച്ച കാലം മുതൽ അവന്റെ അമ്മ നീ തന്നെയാ. അവന്റെ മനസ്സിൽ അത് പതിഞ്ഞു കഴിഞ്ഞു. നീ നല്ലൊരമ്മയും കൂടിയാ. കാരണം സ്വന്തം മകനല്ല എന്ന് അറിഞ്ഞിട്ട് കൂടി സ്വന്തം മകനെ പോലെ സ്നേഹിക്കുമല്ലേ നീ ഇവനെ ചെയ്തത്. അപ്പം എന്നെക്കാളും എന്തുകൊണ്ടും യോഗ്യത നീ തന്നെയാ ഇവന്റെ അമ്മ എന്ന ആ ഒരു സ്ഥാനം സ്വീകരിക്കാനായിട്ട്. ഒരിക്കലും ഇവന്റെ അമ്മ ഞാനല്ല എന്ന് പറയുന്നില്ല, ബയോളജിക്കൽ മദർ ഞാനാണെങ്കിലും കർമ്മഫലം കൊണ്ടും അതുപോലെ എല്ലാം കൊണ്ടും നീ തന്നെയാ ഇവന്റെ അമ്മ. ഒരിക്കലും ഞാനല്ല ഇവന്റെ അമ്മ. ഇവനെ നീ പ്രസവിച്ചു, അതുപോലെ തന്നെ നിന്റെ കുഞ്ഞാണെന്ന് അറിയാതെ നീ വളർത്തി. നിന്റെ കുഞ്ഞാണെന്ന് അറിയാതെയാ, നീ പ്രസവിക്കാത്ത കുഞ്ഞാണെന്ന് അറിയാതെയാ നീ ഇവനെ ഇത്രയും നാൾ വളർത്തിയത്. അപ്പം എന്ത് സ്ഥാനമാണ് എനിക്കുള്ളത്? നീ ചെയ്ത ത്യാഗം അത് എത്രമാത്രം വലുതാണെന്ന് അറിയാമോ? നിനക്ക് അതിന്റെ വലിപ്പം മനസ്സിലായില്ലെങ്കിലും മറ്റുള്ളവർ അതിന്റെ വലിപ്പം മനസ്സിലാക്കും. മാത്രമല്ല, ഇപ്പം ഈ കുഞ്ഞിനെ ഞാൻ നിനക്ക് വിട്ടു തന്നില്ലെങ്കിൽ പിന്നെ നന്ദയാന്നും പറഞ്ഞ് ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഞാൻ വിട്ടുതരിക. ഇവൻ എന്റെ കൂടെ അല്ല ജീവിക്കേണ്ടത്, ഇവൻ നിന്റെ കൂടെ തന്നെയാ ജീവിക്കേണ്ടത്. അതുകൊണ്ട് നിന്റെ കൂടെ അവൻ വളരേണ്ടത് എന്നും പറഞ്ഞ് ആ നന്ദുവിനെ നമ്മുടെ പിങ്കിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് പറയാ, ഇനി മുതൽ ഇവൻ തന്നെയായിരിക്കും നിന്റെ അമ്മ. പക്ഷെ ഇവന് എന്നെ എപ്പോ കാണണമെന്ന് തോന്നിയാലും അപ്പൊ ഇവന് വന്ന് കാണാം.
പക്ഷെ നീ ആയിരിക്കും ഇവന്റെ അമ്മയുടെ ആ ഒരു ഇതിൽ അറിയപ്പെടുന്നത്, അല്ലാതെ ഒരിക്കലും ആ സ്ഥാനം എനിക്ക് വേണ്ട. ഇങ്ങനെയെങ്കിലും ഞാനൊരു ത്യാഗം ചെയ്തില്ലെങ്കിൽ ഞാനൊരു സ്ത്രീ അല്ലാതായി പോവില്ലേ പിങ്കി എന്ന് പറയുകയാണ്. അത് മാത്രമല്ല, നിനക്ക് പിടിച്ചു നിൽക്കാൻ ഒരു കച്ചിത്തുരുമ്പ് വേണം, ജീവിതത്തിൽ ഒരു പ്രതീക്ഷ വേണം. നിനക്ക് ഈ മകനുണ്ടെങ്കിൽ നിനക്ക് ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ ഇവനെ ഏറ്റെടുക്കണമെന്ന്. ഏതായാലും പിങ്കി നമ്മുടെ നന്ദയുടെ മുമ്പിൽ ഇങ്ങനെ തൊഴു കൈയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പിങ്കിയാണ് കുട്ടീനെയും കൊണ്ട് പോകുന്നത്. പിങ്കി സത്യത്തിൽ ഇന്ത്യവരം തറവാട് വിട്ടു പോകുക തന്നെയാണ്. ഏതായാലും പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഗൗതം പറയുന്നുണ്ട്, നന്ദ എടുത്ത തീരുമാനം തന്നെയാണ് നല്ല തീരുമാനം. പിന്നെ ഇവന് ഒരു നല്ല മകൻ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇവനിപ്പം ഇവന്റെ അമ്മയുടെ കൂടെ പോകുന്നത്, പിങ്കിയുടെ കൂടെ പോകുന്നത്. അവനെ എല്ലാവരുടെയും മാനസികാവസ്ഥ കണ്ട് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്റെ മോൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദുമോ പറയുന്നുണ്ട്, അതെന്റെ പപ്പയല്ലേ പഠിപ്പിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ കുട്ടി സന്തോഷത്തോടു കൂടി തന്നെയാട്ടോ പിങ്കിയുടെ കൂടെ പോകുന്നത്. കാരണം ഇത്രയും നാളും സ്വന്തം അമ്മയാന്ന് പറഞ്ഞ് നിന്നിട്ട് പെട്ടെന്ന് നമ്മുടെ നന്ദേനെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്കും അത് ഒരിക്കലും പറ്റാണ്ട് വരുമല്ലോ. ഏതായാലും നമ്മുടെ നന്ദ വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗൗതം അവസാനം ഒരു ഡയലോഗ് പറയുന്നുണ്ട്, അവക്ക് പിടിച്ചു നിൽക്കുവാൻ ഒരു പിടിവള്ളി അത് ആവശ്യമായിരുന്നു. നന്ദ, നീ ചെയ്ത കാര്യം നല്ലത് തന്നെയാണ്. എന്നും നീ നല്ലതേ ചെയ്തിട്ടുള്ളൂ. ഈ കാര്യവും നല്ലത് തന്നെയാണ്. അതിന്റെ പുണ്യം നമുക്കും നമ്മുടെ മക്കൾക്കും തന്നെയാണ് കിട്ടാൻ പോകുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് ലാസ്റ്റ് നമ്മുടെ കഥയുടെ അവസാനം ഇങ്ങനെ എഴുതി കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതും കൊണ്ടാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. അപ്പൊ ഇത് ക്ലൈമാക്സ് ആയിരുന്നു. ഈ ഭാഗം കൊണ്ട് കഥ തീരുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ ഇനി നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും കഥ പറയാൻ ഞാൻ ഇതിൽ വരുന്നതല്ലായിരിക്കും. കാരണം നമ്മുടെ കഥ ക്ലൈമാക്സ് എത്തിയില്ല. അപ്പൊ ഇനി നമ്മൾ അടുത്ത ഏതെങ്കിലും ഒരു കഥയുമായിട്ട് വരുന്നതായിരിക്കും. ഞാൻ നിങ്ങളോട് പറയാട്ടോ ഏത് കഥയാണെന്ന് പറയാം. ഇന്നൊരു 2:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇനി എന്നും ഇടാൻ പോകുന്ന കഥയൊക്കെ ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് വരെ ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.